എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീന ശരണ്യ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവൾക്ക് ഇത്തിരി സമാധാനമൊക്കെ ആയി. അത് കഴിയുമ്പം പയ്യെ അലീനയുടെ മടിയിൽ കിടക്കും. എന്നിട്ട് ചോദിക്കുക, ചേച്ചി ഇന്ന് പോകാതിരിക്കാവോ, ഇന്ന് ഇവിടെ കിടക്കാവോ എൻ്റെ കൂടെ, എനിക്ക് ചേച്ചിയോട് ഒരുപാട് സംസാരിക്കാനുണ്ട് എന്ന് പറയുക. അന്നേരം അലീന പറയും, അയ്യോ മോളെ അത് പറ്റിയല്ല, ഞാനൊരു വീട്ടിൽ നിന്നല്ല ഇങ്ങോട്ട് വന്നത്, അവിടെ പറയാതെ അവരുടെ അനുവാദമില്ലാതെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ ചേച്ചി എന്നെ ചേച്ചിയുടെ കൂടെ കൊണ്ടുപോകാവോ എന്ന് ചോദിക്കും. അന്നേരം അലീന, അയ്യോ അങ്ങനെയാണെങ്കിലും പറ്റത്തില്ലല്ലോ, നിന്നെ ഇവിടുന്ന് വിടാൻ നിൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലെന്നേ അതാ എനിക്കൊരു വിഷമം, എന്താണേലും ഒരു ദിവസം ഞാൻ ചേച്ചിയുടെ കൂടെ വരും, ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ വീട്ടിലേക്ക് എന്ന് പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, സ്നേഹസദനത്തിലേക്കായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ എപ്പോഴേ കൊണ്ടുപോയേനെ, ഇതാകുമ്പോൾ എനിക്ക് പലരുടെ അനുവാദം മേടിക്കണമെന്ന് പറയുവാണ്. അന്നേക്കും രണ്ടുപേർക്കുള്ള കട്ടൻ ചായയൊക്കെ ആയിട്ട് ശരണ്യയുടെ അമ്മ റൂമിലേക്ക് വരും. അന്നേരം ശരണ്യ ഇങ്ങനെ മടി കിടക്കുന്ന കാണുമ്പോൾ, അയ്യോ ഇവളിപ്പം മടിയിലാണോ കിടക്കുന്നത്, കൊച്ചു കുഞ്ഞാണ് അവളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോവും. അമ്മയ്ക്കും ഒരു സമാധാനം, ശരണ്യ ഒന്നുകൂടെ ഒന്ന് നോർമലായല്ലോ, അവളുടെ സങ്കടമൊക്കെ അങ്ങ് മാറിയല്ലോ എന്നോർത്ത്. ഏതായാലും കടിഞ്ചായ കുടിക്കുന്ന സമയത്തും ശരണ്യ ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അലീനയുടെ മുഖത്തേക്കൊക്കെ നോക്കുന്നത്. ഈ സമയം പുറത്ത് മനു ഇരിപ്പുണ്ട്. മനുവിനും കടിഞ്ചായൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മനുവിന് എന്തോ കഴിക്കാൻ വേണ്ടി അനിയൻ ചർക്ക എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണ്ടടാ എനിക്ക് വേണ്ടാഞ്ഞിട്ടാ എന്നൊക്കെ പറഞ്ഞ് മനു അതങ്ങ് ഒഴിവാക്കി വിടുന്നുണ്ട്. അപ്പോഴത്തേക്കും പോകാം എന്ന് പറഞ്ഞാൽ അലീനയും ശരണ്യയും കൂടെ ഇറങ്ങി വരും. അന്നേരം അലീന അവർ ഇറങ്ങി വന്നു കഴിയുമ്പം ശരണ്യയുടെ അച്ഛനും വേറെ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. അവർ എഴുന്നേറ്റ് വരും. എന്നിട്ട് അങ്ങനെ പോവുകയാണോ, ഇനി ഇവളുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്നും കൂടി പറഞ്ഞിട്ട് എന്ന് പറയും. അന്നേരം അലീന ചോദിക്കും, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ശരണ്യയുടെ അച്ഛൻ പറയുവാണ്, അവർക്കിപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു തീരുമാനമില്ല. ചിലർ വന്ന് ശരണ്യ ഇനി പഠിപ്പിക്കാൻ വിടണ്ട എന്ന് പറയും. അതുപോലെ കുറച്ച് പേര് ഫണ്ട് പിരിവുമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ചിലർ പറയും ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി ആയതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ജോലി കിട്ടും, അതുകൊണ്ട് ഇനി മുന്നോട്ട് ജീവിക്കാം എന്ന് പറയും. അപ്പോൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് അവർക്കൊരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അലീനയോട് ചോദിക്കുന്നത്. അതവർ പറഞ്ഞു കഴിയുമ്പം അലീന പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് തീരുമാനിക്കാമല്ലോ, ഞാൻ എന്ത് പറയാനാ എന്ന് ചോദിക്കും. അതിന് കൂടെയുള്ള ഒരാൾ പറയുന്നുണ്ട്, അതെങ്ങനെ ഈ പെൺകൊച്ച് എന്ത് പറഞ്ഞാലും പറയും, എനിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനിക്കണമെങ്കിൽ അലീന ചേച്ചി പറയട്ടെ എന്ന് പറയും. നീ പറഞ്ഞാലും അവൾ കേൾക്കുള്ളൂ, അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോയെന്ന് പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ ഈ ഫണ്ട് പിരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഫണ്ട് പിരിവ് എന്ന് പറഞ്ഞ് പിരിക്കുന്ന പണമൊന്നും നിങ്ങളുടെ കയ്യിലേക്ക് എത്തത്തില്ല. എല്ലാം കഴിഞ്ഞ് വളരെ ചെറിയൊരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലോട്ട് വരുള്ളൂ. അത് തന്നെ അവർ കൊട്ടിഘോഷിച്ച് വലിയൊരു കാര്യമായിട്ട് എല്ലാവരെയും അറിയിക്കും. അതുപോലെ ഇപ്പം ഗവൺമെൻറ് ജോലി കൊടുക്കുവാണെങ്കിലും +2 പാസ്സായിട്ടില്ല ശരണ്യ, അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജോലിയെ അവൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട എന്ന് പറയും. എന്നിട്ട് ശരണ്യോട് ചോദിക്കും, നിനക്ക് ഇതൊക്കെ വേണോ മോളേന്ന്. അന്നേരം അയ്യേ എനിക്ക് വേണ്ട, എനിക്കതിനകത്ത് ഒരു താല്പര്യമില്ല എന്ന് ശരണ്യ പറയും. അന്നേരം അലീന പറയുവാണ്, ഇവളെ പഠിപ്പിക്കാൻ വിട്, +2ൻ്റെ എക്സാം വരുമല്ലോ, അവൾ +2 എക്സാം എഴുതട്ടെ എന്ന് പറയും. എന്നിട്ട് അച്ഛൻ ചോദിക്കും, ആയിക്കോട്ടെ അത് കഴിഞ്ഞ് ഇവളെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇനിയും പഠിക്കട്ടെ എന്ന് പറയുവാണ്. എന്നിട്ട് അലീന അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അവൾക്ക് മെഡിസിന് പഠിക്കണം എന്നല്ലായിരുന്നു ആഗ്രഹം, അവൾക്ക് അതിനുള്ള കഴിവും ആർജവും ആഗ്രഹവും ഉണ്ടെങ്കിൽ അവൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തും, അവൾ പഠിക്കട്ടെ എന്ന് പറയുമ്പം അതിനൊക്കെ ഒരുപാട് പണം വേണം കുഞ്ഞ് എന്ന് പറയുവാണ് ശരണ്യയുടെ അച്ഛൻ. അന്നേരം അലീന പറയുന്നുണ്ട്, അവൾ പഠിച്ചോട്ടെ, അവളുടെ പഠനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം, അവൾ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ ഈ കുടുംബത്തിൽ നിന്ന് ഒരു ഡോക്ടർ ഉണ്ടാകും, അതിനുള്ള ഉറപ്പ് ഞാൻ തരാം എന്ന് പറയുന്നു. അന്നേരം അവർക്കൊരു സംശയം കേട്ടോ. അന്നേരം അലീന പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ കാര്യം നടത്തിയിരിക്കും, ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട മോളെ, നീ നന്നായിട്ട് പഠിച്ചു, നിനക്ക് എന്താണോ പഠിക്കേണ്ടത്, എന്താണോ എന്താകാനാണോ ആഗ്രഹം, ആ ഒരു പൊസിഷനിലേക്ക് ഞാൻ നിന്നെ എത്തിച്ചിരിക്കും, നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് ശരണ്യോടും പോയിട്ട് വരാട്ടോ, ഇനി 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് അലീന പോരുവാണ്. അന്നേരം ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട് ശരണ്യ. അതുപോലെ ശരണ്യയുടെ അച്ഛനും ഒക്കെ ഒരു സമാധാനമായിട്ടുണ്ട്. എങ്കിലും അലീന അവിടുന്ന് പോരുന്നതിന് മുമ്പ് ആ കൂടെയുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്, നീ ആണെങ്കിൽ തന്നെ ആ വീട്ടിലെ വേലക്കാരിയാണെന്നല്ലേ പറഞ്ഞത്, അപ്പം ഇനിയുള്ള പഠിപ്പും കാര്യങ്ങളൊക്കെ നടക്കുമോ, ഞങ്ങൾ ഇനി ഫണ്ടൊന്നും പിരിക്കേണ്ടതെന്നാണോ പറഞ്ഞത്, ഇനി അതൊന്നും ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഞാനാണ് ഉറപ്പ് തന്നത്, അത് നടത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ടാട്ടോ അലീന അവിടുന്ന് പോരുന്നത്. പിന്നെ അവരവിടുന്ന് പോകുന്നത് ഷാജിയുടെ വീട്ടിലോട്ടാണ്. അവിടെ ചെല്ലുമ്പം ഷാജി ഉണ്ട് കേട്ടോ. അന്നേരം അലീന ചോദിക്കും, ഷാജിയേട്ടൻ അവിടുന്ന് നേരെ ഇങ്ങോട്ടാണോ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ ടൗണിലോട്ടാണ് ചെന്നത്, പിന്നെ അവിടുന്ന് ഒരു ഓട്ടം കിട്ടി കോളനിയിലേക്ക്, അതുകൊണ്ട് വീട്ടിലോട്ട് വന്നതേ ഉള്ളൂ എന്ന് പറയും. അന്നേരം ഇപ്പം കാറിലൊക്കെയാണോ സഞ്ചരിക്കുന്നത്, അന്ന് എന്നോട് പറഞ്ഞത് ആ വീട്ടിലെ വേലക്കാരിയാണെന്നല്ലേ എന്ന് ചോദിക്കും കേട്ടോ അലീനയോട് ഷാജി. അന്നേരം മനു പറയും, നിങ്ങൾ അവിടെ വന്ന് അവളോട് ദേഷ്യപ്പെട്ടിട്ട് പോന്നപ്പോൾ അവൾക്ക് അപ്പം തന്നെ ശരണ്യെ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതേ ഉള്ളൂ എന്ന് പറയും. ഞാൻ ബാലേന്ദ്രൻ്റെ ഒരു റിലേറ്റീവ് ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നുമുണ്ട്. ഏതായാലും ഷാജി
ഷാജി പറയുവാണ് അന്നേരം നീ ഇവിടെ വന്ന് അവളെ ആശ്വസിപ്പിക്കുകയോ ഒക്കെ ചെയ്തു. അതിനുശേഷം കോടതിയിൽ അവൾ മൊഴി മാറ്റി പറഞ്ഞു, പിന്നെ ഇങ്ങോട്ട് നിന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ വന്ന് അത്രയും ദേഷ്യപ്പെട്ടത്. ആ പെങ്കൊച്ചാണെങ്കിൽ ഇവിടെ കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. എന്നോടും വന്ന് പറഞ്ഞു എനിക്ക് ആ ലിനി ചേച്ചി ഒന്ന് കാണണം, ഒന്ന് പോയി പറയാമോ എന്ന് ചോദിച്ചു. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ അവിടെ വന്ന് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതല്ല, ഞാൻ അവസാനം വന്നപ്പം ഇനി ഈ കോളനിയിലേക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞ് എല്ലാവരോടും എന്നെ ഭീഷണിപ്പെടുത്തിയാണ് വിട്ടത്, അതുകൊണ്ടാണ് വരാതിരുന്നത് എന്ന് പറയുമ്പം ഷാജി പറയുന്നുണ്ട്, എനിക്കിതൊന്നും അറിയത്തില്ല, ഏതായാലും നീ കാരണമാണ് ആ പെങ്കൊച്ച് കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞത്, അതങ്ങനെയാണ് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അവൾക്ക് കുറച്ച് ധൈര്യം കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. അവൾ കോടതിയിൽ ഇപ്പോൾ സത്യം വിളിച്ച് പറഞ്ഞതാണോ ഷാജിയേട്ടാ ഏറ്റവും വലിയ തെറ്റെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയത്തില്ല, നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ അവൾ ഈ കാര്യങ്ങളൊന്നും തുറന്നു പറയില്ലായിരുന്നു, അത് സത്യമല്ലേ എന്ന് ചോദിക്കും. അന്നേരം അലീന പറയും, അവൾക്ക് മനസ്സിൽ കള്ളമില്ലാത്തത് കൊണ്ട് അവൾ സത്യം പറഞ്ഞു, അല്ലാതെ രോഹിത് അവളെ ഉപദ്രവിച്ചിട്ട് അവൾ നുണ പറഞ്ഞതൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അലീന തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഷാജി ചേട്ടൻ ആദ്യം എന്നോട് കൂലി കൂട്ടി ചോദിച്ചു, അത് കഴിഞ്ഞ് പിന്നീട് 2 പ്രാവശ്യം എന്നോട് കൂലി മേടിച്ചില്ല, പിന്നെ എപ്പോഴും എത്ര രൂപയാവുമോ അതിൻ്റെ പകുതിയെ മേടിക്കാറുണ്ടായിരുന്നുള്ളൂ, എത്ര നിർബന്ധിച്ചാലും മേടിക്കാറില്ലായിരുന്നു, അതെന്താ കാര്യമെന്ന് ചോദിക്കും. അന്നേരം നീ ജോലി എടുക്കുന്ന പൈസയൊക്കെ അനാഥാലയത്തിലാണല്ലോ കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓർത്താണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ, അതുപോലെ ഒരു ചിന്തയും വിചാരവും അവൾക്കും ഉണ്ടായി കാണും, അതിന് കുറ്റം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് അലീന. ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് യാത്ര പറഞ്ഞ് പോരുന്നുണ്ട് അലീനയും മനുവും കൂടി. അവർ വണ്ടിയിൽ പോരുമ്പോൾ മനു അലീനയോട് ചോദിക്കുന്നുണ്ട്, ശരണ്യയ്ക്ക് ഇപ്പം സമാധാനം ആയോ എന്ന്. അന്നേരം അവൾക്ക് ഇപ്പം ഇച്ചിരി സമാധാനമായിട്ടുണ്ട്, അവൾക്ക് നല്ലൊരു തീരുമാനം സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം, ഇപ്പം അതൊന്നും മാറി കിട്ടി എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട്, എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ പറഞ്ഞ് തീരുന്ന സ്പോട്ടിൽ തീരുമാനം എടുക്കുമെന്ന്. അന്നേരം അലീന ചിരിച്ചുകൊണ്ട് പറയുവാണ്, അതെ ടപ്പേന്നാണ് തീരുമാനം എടുക്കുന്നത്, ആ തീരുമാനത്തിന് അതുപോലെ തന്നെ ശബ്ദം പുറത്തേക്കും വരും, അതാ കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മനു റോഡരികിൽ ഒന്ന് ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തും. എന്നിട്ട് മനു വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുവാണ്. അന്നേരം അലീനയ്ക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും അലീന ഇറങ്ങി അവിടെ പോയി നിൽക്കും. അന്നേരം മനു അലീനയോട് ചോദിക്കുവാണ്, എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ആരായിട്ട് വരുമെന്ന്. അന്നേരം ആരുടെ കാര്യമാണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പം അലീനയുടെ ആരായിട്ട് വരുമെന്ന് ചോദിക്കുന്നു. അന്നേരം അലീന പറയുവാണ്, എൻ്റെ ആൻറ്റിയായിട്ട് വരും, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് ചോദിക്കുന്നു. ഒരു മാറ്റവും വരികയല്ലേ എന്ന് മനു തിരിച്ചു ചോദിക്കുമ്പം അതെന്താ അങ്ങനെ പറഞ്ഞത്, അതിൻ്റെ അകത്ത് എന്തോ ഒരു തീരുമാനം ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പം മനു പറയുന്നുണ്ട്, ഒരു കാര്യം ഒളിഞ്ഞൊന്നും കിടക്കുന്നില്ല, ഞാൻ നിന്നെ കെട്ടിയാലോ എന്നാണ് ആലോചിക്കുന്നത്, എനിക്ക് അതിനുള്ള അനുവാദം അങ്കിള് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പം അലീന ചോദിക്കും, അച്ഛൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിനക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞ് അങ്കിള് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അത് വേണോ മനുവേട്ട എന്ന്. അന്നേരം മനു പറയും, വേണം, നിന്നെ കണ്ടുമുട്ടിയ കാലം തൊട്ട് എനിക്കിങ്ങനെയുള്ള ചിന്തയൊക്കെ തുടങ്ങിയതാണ്, അതിനുമുമ്പ് വിവാഹം കഴിക്കണം എന്ന് പോലും ഇല്ലായിരുന്നു, ഏതെങ്കിലും കാലത്ത് ഒരു വിവാഹം കഴിക്കേണ്ടി വരും എന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പം അത് അങ്ങനെ അങ്ങ് പോയാൽ മതി, അതായിരിക്കും നല്ലത് എന്ന് പറയുമ്പം മനു പറയും പറ്റില്ല എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, എനിക്ക് മനുവേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ അത് എവിടെ ചെന്ന് നിൽക്കും എന്ന് എനിക്കറിയത്തില്ല. മനുവേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ആരുമില്ലാത്തവളാണ്, ഒന്നുമില്ലാത്തവളാണ്, അത് മനസ്സിൽ വേണം എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഞാൻ എൻ്റെ ഇഷ്ടമാണ് അങ്ങോട്ട് പറഞ്ഞത്, ഇനിയിപ്പം പിന്നീട് അറിഞ്ഞില്ല കേട്ടില്ല എൻ്റെ അടുത്തൊന്നും മനസ്സ് തുറക്കാമായിരുന്നില്ലേ എന്നൊന്നും പറഞ്ഞേക്കരുത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടം അങ്ങോട്ട് അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം അലീന പറയും, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞല്ലോ മനുവേട്ട, പക്ഷേ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇനിയും നമുക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം മനു പറയുന്നുണ്ട്, ഞാൻ ഇതിങ്ങനെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല, ഇതൊരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു. അന്നേരം തോറ്റുപോയാലോ എന്ന് ചോദിക്കുവാണ് അലീന. അന്നേരം മനു തിരിച്ചു പറയും, നീ ആയിട്ട് എന്നെ തോൽപ്പിക്കാതിരുന്നാൽ മതി, നിനക്ക് ജയിക്കാൻ വേണ്ടി നീ എന്നെ തോൽപ്പിക്കുമോ എന്ന് ചോദിക്കുമ്പം മനുവേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത്, അങ്ങനെയൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും അലീനയ്ക്ക് ഇഷ്ടമാണ്, പക്ഷേ അനാഥ ആയതുകൊണ്ട് അത് വിജയിക്കുമോ എന്നറിയില്ല, വീട്ടുകാർ സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ട്. അന്നേരം മനു പറയുന്നുണ്ട്, നീ അനാഥയല്ല, നീ ആരാണ് എന്നുള്ള കാര്യം ഞാൻ എല്ലാവരോടും തുറന്നു പറയട്ടെ, അപ്പോൾ പ്രശ്നം തീരുമല്ലോ എന്ന് പറയും.
അന്നേരം അലീന പറയുന്നുണ്ട്, അതൊന്നും തുറന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്, ആരോടും പറയരുത് എന്നാണ് ബ്രിജിത്ത മമ്മി പറഞ്ഞത്. ഇനി തുറന്ന് പറയാനാണെങ്കിൽ തന്നെ അതിന് ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് എനിക്കാണ്, പിന്നെ അച്ഛനാണ്. അത് കഴിഞ്ഞ് മനുവേട്ടന് അവകാശമുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിങ്ങനെ തന്നെ പറയുന്നു. ഏതായാലും മനുവിൻ്റെ ഇഷ്ടം അലീനയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരവിടുന്ന് പോരുന്നു. നേരെ അലീനെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് മനു അങ്ങ് പോവേ. അപ്പം അലീന തന്നെ അകത്തോട്ട് കയറി വരുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, അതെന്താ മനു കയറാതെ പോയത്, അവന് വല്ല പരിഭവമാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറയും. പിന്നെ ശരണ്യെ കണ്ടിട്ട് എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പം അവൾ ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ സങ്കടമൊക്കെ മാറി, ഞാൻ അവളോട് പരീക്ഷ എഴുതുക, +2 പരീക്ഷ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പഠിപ്പിക്കണമെങ്കിൽ ആ കാര്യവും ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അവൾക്ക് പഠിക്കണം എന്ന് പറയുന്നത് മെഡിസിനോ അതുപോലെ എൻജിനീയറിങ്ങോ അങ്ങനെ എന്തെങ്കിലും വേറെ വല്ല കോഴ്സ് ആണെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ആ പൈസ കൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും എന്ന്. അന്നേരം ബാലേന്ദ്രൻ അലീനയോട് ഒരു പരിഭവത്തോട് പറയുവാണ്, എങ്കിലും അവളെ പഠിപ്പിക്കാൻ അച്ഛനും കൂടി സഹായിക്കണം എന്ന് പറയാൻ പറ്റുന്നില്ല അല്ലേ നിൻ്റെ ഗർവ് കൊണ്ട് എന്ന് ചോദിക്കും. അന്നേരം അതുകൊണ്ടല്ല, അച്ഛൻ എന്നെ സഹായിക്കും എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ അച്ഛൻ എന്നെ സഹായിക്കും അതുകൊണ്ട് നീ എന്തും ചെയ്തോ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ഇവിടെ തന്നെ കാണുമോ അതോ വേറെ ഏതെങ്കിലും വീട്ടിലാണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുവാണ്, അതൊക്കെ ശരിയാണ്, പക്ഷേ അവളെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിനക്ക് വേറൊരു കാര്യം എന്നോട് പറയാം, അവളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു 10-15 ലക്ഷം രൂപ നമുക്ക് മാറ്റി വെക്കണം വെച്ചാൽ, അപ്പോൾ പിന്നെ ഒരു ടെൻഷനും ഇല്ലാതെ അവൾക്ക് പഠിക്കാം, നല്ലൊരു ജീവിതത്തിലേക്ക് എത്താം, അത് നിനക്ക് എന്നോട് ആവശ്യപ്പെടാമല്ലോ എന്നിങ്ങനെ പറയുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അതും നേരാണ്, പക്ഷേ അത് ഉറപ്പിച്ച അച്ഛനോട് പറയാൻ എനിക്ക് പേടിയാണ്, അതിനുള്ള ധൈര്യം എനിക്കില്ല, അതുകൊണ്ടാണെന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല, അവൾ പഠിച്ചോട്ടെ, അവൾക്ക് എന്താണ് പഠിക്കേണ്ടത്, ഡോക്ടറോ IAS എന്തോ ആകട്ടെ, നമുക്ക് അവളെ പഠിപ്പിക്കാം എന്ന് പറയുന്നു. അന്നേരം ഒത്തിരി സമാധാനത്തോടെ സന്തോഷത്തോടെ നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബബിത കോളേജിൽ പോയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ബാലേന്ദ്രനോട് സംസാരിക്കുവാണ്. അന്നേരം ചോദിക്കുന്നുണ്ട്, അച്ഛ എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇപ്പം എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയും, പിന്നെ മാറ്റമുണ്ടല്ലോ, നീ നല്ല കുട്ടിയായി വന്നുകൊണ്ടിരിക്കുമല്ലേ എന്ന്. അന്നേരം എന്നിട്ടും അമ്മയ്ക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ എന്ന് ബബിത പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതിന് ദൈവം തമ്പുരാൻ അവിടുന്ന് ഇറങ്ങി വരണം, എങ്കിലേ നടക്കുകയുള്ളൂ, ചിലപ്പോൾ അന്നേരവും നടക്കുകയില്ല എന്ന്. അന്നേരം ഇത് കേട്ടുകൊണ്ട് അവിടുന്ന് വൈജയന്തി ഇറങ്ങി വന്നിട്ടുണ്ട്. അവർക്കതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണയും ബബിതയെ റൂമിലോട്ട് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, എൻ്റെ മക്കൾ ആരും അവളെ ആശ്രയിക്കുന്നത്, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അവളെ ആശ്രയിക്കുന്നത് എനിക്കിഷ്ടമല്ല, അത് ഇവിടെ നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് രോഹിത്തിൻ്റെ തലമുടിയൊക്കെ വെട്ടി അവനൊന്ന് സുന്ദരക്കുട്ടപ്പനാകുന്ന അലീനയും കാണിക്കുന്നുണ്ട്. അതുപോലെ മനു വീട്ടിൽ പോയി പറഞ്ഞു, ഇനി ഞാൻ അലീനെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ, വിവാഹം ഉണ്ടെങ്കിൽ അവളെ എനിക്കിഷ്ടമാണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടാണ് ഈ വീട്ടിലോട്ട് തിരിച്ചു വന്നത് എന്ന് പറയുമ്പോഴേക്കും വായും പൊളിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന കമല കാണിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പേരിൽ നല്ലൊരു പ്രകടനം കമല അവിടെ കാഴ്ചവെക്കും. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.